നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ അടുത്ത അംഗം എന്ന് പറയുന്നത് ASM ആണ്. ASMൻ്റെ എക്സാം കോട്ടയം, ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. കോട്ടയംകാർക്ക് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് എക്സാം. നിങ്ങൾക്കൊക്കെ എന്നാണ് ASMൻ്റെ എക്സാം, ഉള്ളവരുണ്ടോ, എന്നാണ് എക്സാം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ASMൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാനിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു സ്ട്രാറ്റജി, അതായത് ഞാൻ ഡിഗ്രി പ്രിലിംസിന് എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളുണ്ട്. അപ്പം ഞാൻ പഠിച്ച ഏരിയാസ് എനിക്ക് ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് മാത്സ് എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. റിവിഷൻ്റെ ഒരു അപാകത എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഈ ഒരു 3 കാര്യങ്ങൾ, ഒന്ന് ടൈം മാനേജ്മെൻറ്റ്, പിന്നെ നല്ല റിവിഷൻ, ഈ 2 കാര്യങ്ങൾ കറക്റ്റായിട്ട് ഈ ASMൻ്റെ എക്സാമിന് വേണ്ടി നന്നായിട്ട് ഇത് രണ്ടും പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിവിഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഏരിയാസ് നന്നായിട്ട് റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക. അതായത് ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴത്തേക്കും അതാണോ ഇതാണോ എന്നുള്ളൊരു പ്രോബ്ലം ഒന്നും വരാതെ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ASMന് വേണ്ടി ഞാൻ വിചാരിക്കുന്നൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ റിവിഷന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് എക്കണോമിക്സാണ്. എക്കണോമിക്സിൽ നിന്ന് ഓരോ ദിവസം ഓരോ ഏരിയാസ് വെച്ചിട്ട് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടു ഡു ലിസ്റ്റാണ് എൻ്റെ ഇന്നത്തെ ടു ഡു ലിസ്റ്റാണ്. ഇന്നത്തെ പറഞ്ഞാൽ രാത്രിയിലത്തെ അല്ല, പകൽ സമയത്തെ ടു ഡു ലിസ്റ്റാണ് കാണുന്നത്. അതിനകത്ത് ഞാൻ 5 ഇയർ പ്ലാൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡ്, ആ ഒരു മാത്സിൻ്റെ പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അമെൻമെൻറ്റ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് എഴുതിയവർക്കറിയാം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അമെൻമെൻറ്റ്സിൽ നിന്നാണ്. അപ്പോൾ ആ അമെൻമെൻറ്റ്സിൻ്റെ ഏരിയ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ഇംഗ്ലീഷിൻ്റെയും ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് മാർക്ക് കയറിയില്ല. സാധാരണ ഞാൻ ഇംഗ്ലീഷ് എന്ന സമയത്ത് 10-ലാണെങ്കിൽ ഒരു 8 റേഞ്ചിലും 20-ലാണെങ്കിൽ എനിക്കൊരു 15 റേഞ്ച് 17 റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടുന്ന ആളാണ്. പക്ഷേ ഇത്തവണ അതും എനിക്ക് പറ്റിയില്ല. ടൈം മാനേജ്മെൻറ്റ് തന്നെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ എന്തായാലും അമെൻമെൻറ്റിൽ നിന്ന് എനിക്ക് കുറേ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. എനിക്ക് ശരിയാക്കാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻ അങ്ങനെ ശരിയാക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബോർഡർ ലൈനിൽ നിൽക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പ്രിലിം കയറുമോ കയറില്ലയോ എന്നൊരു സംശയത്തിലാണ് നിൽക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ്, അമെൻമെൻറ്റിൻ്റെ ഏരിയ, മാത്സിൻ്റെ ഏരിയ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ശരിയായിരുന്നെങ്കിൽ എനിക്ക് കയറാൻ പറ്റിയേനെ. സോ എന്തായാലും ASMന് അങ്ങനെയല്ല. പ്രത്യേകിച്ച് ASMന് ആകെ കുറച്ച് നിയമനങ്ങളാണ് നടക്കുന്നത്. കോട്ടയത്തിനൊക്കെ നിയമനങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ആദ്യത്തെ ഒരു 50 റാങ്കിനുള്ളിലൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു എക്സാമാണ് ASM. അപ്പോൾ ഏറ്റവും നല്ല റാങ്കിൽ നമ്മൾ എത്തിയേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക്, എഫേർട്ട് ഇട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പം അമെൻമെൻറ്റ്സിൻ്റെ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് മാറിപ്പോകുന്നതാണ്. അതാണോ ഇതാണോ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ എന്തായാലും അമെൻമെൻറ്റിൻ്റെ പോർഷൻ നല്ല പക്കായിട്ട് പഠിക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. 2 അമെൻമെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 42nd 44th അമെൻമെൻറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലും ഉണ്ട്, ലക്ഷ്യയുടെ റാങ്ക് ഫയലും ഉണ്ട്. ലക്ഷ്യയുടെ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ യൂട്യൂബിൽ ഉള്ള ക്ലാസ്സസ് എല്ലാം ഞാൻ വേറെ ജോലി ചെയ്യുന്ന സമയത്തും കുഞ്ഞിനെ നോക്കുന്ന സമയത്തും എല്ലാം കേൾക്കും. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്സ് ആണെങ്കിൽ ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ്സസിൽ നിന്നാണ്. ജെറിൻ സാർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ യൂട്യൂബിൽ ട്രിക്ക് ടേൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഭയങ്കര ഈസി ആയിട്ട്, മാത്സ് ഒന്നും അറിയാൻ പറ്റാത്ത ആളാണെങ്കിലും മാത്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് ട്രിക്ക് ടേൺ. അപ്പോൾ ആ സാറിൻ്റെ എല്ലാ ക്ലാസ്സസിൻ്റെ നോട്ട്സ് എന്തെങ്കിലുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സ്പീഡിൻ്റെ ഏരിയ നോക്കുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ പഠിക്കുന്നത് ഇവിടെ ടെലഗ്രാമിൽ ഒരു ചാനലുണ്ട്, ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. പിന്നെ PSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അപ്പോൾ ഈ 2 ചാനൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇംഗ്ലീഷ്, അതിൻ്റെ നോട്ട്സ് എന്തെങ്കിലുമുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. പിന്നെ ബാക്കി നമ്മുടെ 5 ഇയർ പ്ലാനിൻ്റെ നോട്ട്സ് ഞാൻ ഓൾറെഡി ഒരു 1 പേജർ നോട്ട് എല്ലാ പ്ലാനും കൂടെ ഒറ്റ പേജിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് റിവൈസ് ചെയ്യുന്നത്. എത്ര വായിച്ചാലും എനിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പം മാക്സിമം നന്നായിട്ട് ഉറയ്ക്കുന്നവരെ അത് റിവൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഇന്നത്തെ കാര്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് മാത്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുപോലെ എക്കണോമിക്സ് റിവിഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ചെയ്യാനായിട്ട് എനിക്ക് നന്നായിട്ട് സമയം കിട്ടിയില്ല. ബാക്കി ഏകദേശം എല്ലാം ഞാൻ പഠിച്ച് തീർത്തു. പിന്നെ ഞാൻ രാത്രി ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പകൽ സമയത്ത് കുഞ്ഞിനെ മദറിനോട് അടുത്താക്കിയിട്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം രാത്രി എന്തായാലും കുറച്ച് സമയം കൂടെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ASMൻ്റെ പഠനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ എവിടം വരെയായി, എന്തൊക്കെയായി കാര്യങ്ങൾ? പിന്നെ ലാസ്റ്റ് ചാൻസിൽ എക്സാം എഴുതി ഡിഗ്രി പ്രിലിംസ് പോയവർ ഒക്കെ ഉണ്ട്. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു എക്സാമും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല. വേറെ ഒരുപാട് എക്സാംസ്, PSC അല്ലെങ്കിൽ ഒരുപാട് എക്സാംസ്, ഇനി PSC ഫീൽഡ് അല്ലെങ്കിൽ വേറെ ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് പോവുക, അല്ലാതെ നമ്മൾ സങ്കടപ്പെട്ട് നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.